ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവരും എന്ത് പറയുന്നു? സുഖമല്ലേ? ഞങ്ങളിവിടെ നന്നായിട്ടിരിക്കുന്നു. ഇന്നിപ്പോൾ രാവിലെ 8 മണിയായി. ഞങ്ങൾ രണ്ടുപേരും, സിബിയും ഞാനും അവധിയാണ്. അപ്പോൾ ഞങ്ങളിന്ന് കുറച്ച് ഗ്രോസറി ഷോപ്പിങ്ങിനൊക്കെ പോകാമെന്ന് വിചാരിച്ചിരിക്കുന്നു. പുറത്ത് നല്ല തണുപ്പാണ്. കഴിഞ്ഞ ആഴ്ചത്തെ മഞ്ഞൊക്കെ കഴിഞ്ഞ് ടെമ്പറേച്ചർ പതിയെ ഒന്ന് കൂടി വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇന്ന് പല കടകളിലും കയറാനുണ്ട്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ പോകുന്ന വഴിക്ക് എന്തെങ്കിലും കഴിക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ അപ്പോൾ ഷോപ്പിങ്ങിന് പോകാൻ നമുക്ക് എല്ലാവർക്കും താല്പര്യമല്ല. അപ്പോൾ പോയാലോ? അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉള്ള സ്ഥലത്ത് കയറിയതാണ്. അപ്പോൾ ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു, രാവിലെയല്ലേ. അപ്പോൾ ഞങ്ങൾ 2 റാപ്പും അതുപോലെ ഹാഷ് ബ്രൗൺ പൊട്ടറ്റോ ഫ്രൈ ചെയ്തതാണ്, അതും കാപ്പിയുമാണ് വാങ്ങിച്ചത്. ഇപ്പോൾ എല്ലായിടത്ത് ചെന്നാലും ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻസ് ഒരു പച്ചയും ചുവപ്പും കളറാണ് കാണാനുള്ളത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇനി നമുക്ക് നമ്മുടെ യാത്ര തുടരാം. പുറത്തിറങ്ങിയപ്പം ദാ നിൽക്കുന്ന വലിയൊരു സാന്റാക്ലോസ്. അപ്പോൾ സാന്റയുടെ കൂടെ നിന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ആദ്യം ഞങ്ങൾ പോകുന്നത് ഒരു ഹോൾസെയിൽ കടയിലാണ്. അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ മാത്രമേ അവിടെ നമുക്ക് വാങ്ങിക്കാനുള്ളൂ. പാല്, മുട്ട അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സാധാരണ നമ്മൾ അവിടെ നിന്നാണ് വാങ്ങിക്കുക. ഈ കടയിൽ നമ്മുടെ അത്യാവശ്യം തുണികൾ, പിന്നെ ഇറച്ചി, ഫ്രോസൺ സാധനങ്ങൾ, എല്ലാ വിഭാഗത്തിലുമുള്ള സാധനങ്ങൾ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ മറ്റേ റീറ്റെയിൽ സ്റ്റോറിൽ നിന്ന് വാങ്ങുന്നതിലും കുറച്ച് വില വ്യത്യാസമുണ്ട്. ക്രിസ്മസ് സമയം ആയതുകൊണ്ട് എല്ലാം കുക്കീസ് എല്ലാം നിങ്ങളുടെ പച്ചയും ചുവപ്പും ഒക്കെ കളർ, ഇത് കപ്പ് കേക്ക്സ് നോക്ക്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഈ മെഷീൻ നോക്ക്, ഇതൊരു റോബോട്ടാണ്. ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ നടന്ന് ഇൻവെൻറ്ററി എടുക്കാനും സ്റ്റോക്കൊക്കെ ചെക്ക് ചെയ്യാനും ഒക്കെയുള്ളൊരു മെഷീനാണ്. അങ്ങനെ നമ്മൾ മീറ്റ് സെക്ഷനിലെത്തി. അപ്പോൾ നമുക്ക് കുറച്ച് ബീഫും പോർക്കും ഒക്കെ വാങ്ങിക്കണമായിരുന്നു. ഇതിങ്ങനെ കട്ട് ചെയ്ത് പീസായിട്ട് ഓരോന്നിൻ്റെ വിലയും എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണ് വെച്ചിരിക്കുക. പിന്നെ സ്ട്രോബെറീസ്, അതുപോലെ ബ്ലൂബെറീസ്, എല്ലാ സാധനങ്ങളും ഉണ്ട്. ഈ ക്രിസ്മസ് ട്രീയുടെ സെക്ഷൻസ് നോക്ക്. വെളുത്ത ക്രിസ്മസ് ട്രീ, പച്ച ക്രിസ്മസ് ട്രീ, ചിലതിലൊക്കെ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എഴുതിയേക്കുന്നുണ്ടോ, ഇന്ന് ഇത് വാങ്ങിച്ചാൽ ഇന്ന് ഫ്രീ ഡെലിവറി വീട്ടിൽ കൊണ്ട് തരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ക്രിസ്മസ് ആയ ഷോപ്പിങ്ങിന് പോകാൻ കടയിൽ കയറുമ്പോൾ തന്നെ നല്ലൊരു രസമാണ് കാണാൻ. സിബി നമുക്ക് ആവശ്യമുള്ള പാലും മുട്ടയും ഒക്കെ നടന്നെടുക്കുന്നുണ്ട്. അങ്ങനെ ആ കടയിൽ നിന്ന് നമ്മൾ ബില്ലെല്ലാം പേ ചെയ്ത് ഇറങ്ങി പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ അവിടെ ഇങ്ങനെ ക്രിസ്മസിൻ്റെ ഡെക്കറേഷനുള്ള സാധനങ്ങൾ ചട്ടിക്കകത്ത് അങ്ങനെ ഇലയും ഒക്കെ ആയിട്ട് ഡെക്കറേറ്റീവ് സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ നിങ്ങളെ കാണിക്കാം.
അടുത്ത നമ്മുടെ കട എന്ന് പറഞ്ഞാൽ ഒരു റീറ്റെയിൽ സ്റ്റോറാണ് അടുത്ത് തന്നെയുള്ളത്. അപ്പോൾ അവിടെ ഞങ്ങൾ കയറി. അപ്പോൾ അവിടെയൊക്കെ എന്തൊക്കെയാണ് കാഴ്ചകളുള്ളതെന്ന് നമുക്ക് നോക്കാം. നമ്മൾക്ക് അത്യാവശ്യമുള്ള ഗ്രോസറി സാധനങ്ങളെല്ലാം ഇവിടെ കിട്ടും, നമ്മുടെ ഇന്ത്യൻ സാധനങ്ങൾ ഒഴിച്ച്. അപ്പോൾ ഇത് പഴം നോക്കുക, ഇങ്ങനെ പടല ചേർത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഇംഗ്ലീഷ് പൂവൻ പഴമാണ് മെയിനായിട്ടും ഇവിടെ കിട്ടുക. അത് കപ്പളങ്ങ നല്ല പാകമായിട്ട് കഴിക്കാൻ റെഡി ആയിരിക്കുന്ന കപ്പളങ്ങയുണ്ട്. അതുപോലെ പോമഗ്രാനറ്റ്, പൈനാപ്പിൾ, എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. ഇതാ ഓറഞ്ച് നോക്ക്, നല്ല ഭംഗി. ഇതിങ്ങനെ അടുക്കി വെക്കാൻ തന്നെ എന്തോ ഒരു സമയമെടുക്കുമെന്ന് ഞാനെപ്പോഴും ആലോചിക്കാറുണ്ട് കേട്ടോ. പലതരം ഓറഞ്ച്, നാരങ്ങ, പിന്നെ ആപ്പിൾ എല്ലാം വളരെ ഭംഗിയായിട്ട് അതിൻ്റെ സെക്ഷൻ തിരിച്ച് വെച്ചിട്ടുണ്ട്. അവിടുന്ന് അത്യാവശ്യ സാധനങ്ങൾ വാങ്ങി ഞങ്ങൾ അടുത്ത ഒരു കോഫി ഷോപ്പ്, അതായത് ഡങ്കിൻ ഡോണറ്റ്സ് എന്ന് പറയും, ഇവിടെ എല്ലാം ഉള്ള ഒരു ചെയിനാണ്. അവിടെ അത്യാവശ്യം ഡോണറ്റ്സ്, ബ്രേക്ക്ഫാസ്റ്റ്, കാപ്പി അങ്ങനെയൊക്കെ കിട്ടും. അപ്പം നമ്മളിവിടുന്ന് കുറച്ച് ഗിഫ്റ്റ് കാർഡ്സ് വാങ്ങിക്കണമായിരുന്നു. നമ്മുടെ ഗാർബേജ് എടുക്കാൻ വരുന്ന ആൾക്കാർ, സ്കൂൾ ബസ് ഡ്രൈവർ, മെയിൽമാൻ അങ്ങനെയുള്ളവർക്കൊക്കെ കൊടുക്കാനായിട്ട് സിബി ഗിഫ്റ്റ് കാർഡ്സ് വാങ്ങിക്കുന്നു. അവിടെ നിങ്ങൾ കാപ്പിയും ഡോണറ്റും ഒക്കെ വാങ്ങിച്ചു. തണുപ്പത്ത് ഈ കാപ്പിയും ഡോണറ്റും കൂടെ കഴിക്കാൻ നല്ലൊരു സുഖമാണ്. അപ്പോൾ അത് ഞങ്ങൾ സമയം കളയാതെ വണ്ടിയിൽ തന്നെ ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് നമ്മൾക്ക് വണ്ടിക്ക് പെട്രോൾ അടിക്കണമായിരുന്നു. അപ്പം ഞങ്ങൾ പമ്പിൽ പോയി തന്നെ ആണ് ഇവിടെ എല്ലാവരും പെട്രോൾ അടിക്കുക. അങ്ങനെ പെട്രോൾ അടിച്ചു അവിടുന്ന് പോന്നു. ക്രിസ്മസ് സമയമായതുകൊണ്ട് ഷോപ്പിങ്ങിൻ്റെ മേളമാണ്. ഏത് സ്ഥലത്ത് ചെന്നാലും ഭയങ്കര തിരക്കും പാർക്കിംഗ് കിട്ടാനൊക്കെ പാടുമാണ്. അപ്പോൾ ഈ പാർക്കിംഗ് ലോട്ടിൽ നിന്ന് ഇറങ്ങി പോരാൻ തന്നെ നമുക്ക് സമയമെടുത്തു. അത് കഴിഞ്ഞ് നമുക്ക് ATM ൽ നിന്ന് ഇത്തിരി ക്യാഷ് എടുക്കണമായിരുന്നു. അപ്പം ഡ്രൈവ് ത്രൂ ATM തന്നെയാണ്. അപ്പോൾ സിബി അവിടുന്ന് പൈസ എടുത്തു. ഇനി നമുക്കിവിടെ അടുത്തൊരു ഡോളർ സ്റ്റോർ ഉണ്ട്. അപ്പോൾ അത് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഡോളർ സ്റ്റോറിൽ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ടാകും, $1.25 തൊട്ട് അതിന് മുകളിലേക്കാണ് സാധനങ്ങളുടെ വില. അപ്പം ക്രിസ്മസ് ഡെക്കറേഷൻസ് ഒക്കെ പോലെയുള്ള കൊച്ചു കൊച്ചു സാധനങ്ങൾ, വൺ ടൈം യൂസിനൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഒരുപാട് ഇവിടെയുണ്ട്. അപ്പം നമ്മൾക്ക് കടയൊന്ന് കാണാം.
അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഡോളർ സ്റ്റോർ ഇഷ്ടപ്പെട്ടോ? ഈ ഡോളർ സ്റ്റോർ $1 പണ്ടൊക്കെ, ഇപ്പം അത് $1.25 അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ഇനി പോകുന്നത് നമ്മുടെ ഇന്ത്യൻ ഗ്രോസറി സ്റ്റോറിലേക്കാണ്. അപ്പോൾ നമുക്ക് ഇന്ത്യൻ ഗ്രോസറി ഇത് അടുത്തുള്ളൊരു കൊച്ചു കടയാണ്, ഒരുപാട് സാധനങ്ങളില്ല, നോർത്ത് ഇന്ത്യൻസ് നടത്തുന്ന കടയാണ്. എന്നാലും നമ്മുടെ കേരളത്തിൽ നിന്നുള്ള കുറച്ച് അത്യാവശ്യ സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ അവിടെ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് കാണാം കേട്ടോ. ഇവിടെ ഫ്രോസൺ സാധനങ്ങൾ, നമ്മളുടെ പൊറോട്ട, ചപ്പാത്തി, നാൻ അങ്ങനെയുള്ള സാധനങ്ങൾ, വെജിറ്റബിൾസ് ഫ്രോസൺ ആയിട്ടുള്ളത് എല്ലാം കിട്ടും. നമ്മൾ സാധാരണ തേങ്ങ ചിരകിയത് ഇവിടെ നിന്നാണ് വാങ്ങിക്കാറ്. എത്ര നാൾ കഴിഞ്ഞിട്ടാണ് ഇവിടെ എത്തുന്നതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. കേരളത്തിൽ നിന്ന് വരുന്ന പ്രോഡക്റ്റ് ഉണ്ട്, അപ്പോൾ അതാണ് നമ്മൾ തേങ്ങ വാങ്ങിക്കാറ്. പിന്നെ അച്ചാറുകൾ, നെയ്യ്, അങ്ങനെ എല്ലാ സാധനങ്ങളും തന്നെ ഇവിടെ കിട്ടും അത്യാവശ്യം. ഇത് കണ്ടോ, നമ്മുടെ കേരള മിക്സ്ചർ, അമ്മ കേരള മിക്സ്ചർ. അത് എരിവുള്ള മിക്സ്ചറാണ്, അത് ഞങ്ങൾ വല്ലപ്പോഴും വാങ്ങിക്കാറുണ്ട് കേട്ടോ. പൊട്ടുപൊടി, നിറപറയുടെ എല്ലാത്തരം പൊടികൾ, പുട്ടുപൊടി, അപ്പം പൊടി, ഉപ്പുമാവ് പൊടി, അങ്ങനെയുള്ള എല്ലാ പൊടികളും ഇവിടെ കാണാറുണ്ട്. നമ്മൾ പക്ഷേ സാധാരണ ഒന്നും അങ്ങനെ പൊടികൾ വാങ്ങിക്കാറില്ല, തന്നെ ഞാൻ അരി കൊണ്ടുണ്ടാക്കുകയാണ് ചെയ്യാറ്. ഇതാ നമ്മുടെ കേരള കുത്തിരി, നോക്ക്, മട്ട റൈസ്, അത് കിട്ടും. പിന്നെ പാലക്കാടൻ റൈസ്, നിറപറയുടെ പല ബ്രാൻഡുകളും അരികളും ഇവിടെ കാണാറുണ്ട് കേട്ടോ, കുത്തിരി. ഈ കടകളിൽ നിന്ന് വാങ്ങിച്ച സാധനങ്ങളൊക്കെ ഞാൻ വീട്ടിൽ ചെന്ന് എടുത്തു വെക്കുമ്പോൾ നിങ്ങളെ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും കടകളിലാണ് ഇന്ന് ഞങ്ങൾക്ക് പോകാനുണ്ടായിരുന്നത്. നമ്മുടെ ലിസ്റ്റൊക്കെ ഏകദേശം എല്ലാം വാങ്ങിച്ചു. ഇനിയിപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഇത്രയും നാൾ നല്ല പച്ചക്കള്ളിൽ നിന്ന മരങ്ങളൊക്കെ നോക്കി ഇപ്പോൾ എല്ലാം ഇലയെല്ലാം കൊഴിഞ്ഞ് എല്ലാം എംറ്റി ആയി നിൽക്കുവാണ്. ഇനിയിപ്പോൾ അടുത്ത 4-5 മാസത്തേക്ക് ഇതുപോലെയാണ്, തണുപ്പാണല്ലോ. അപ്പോൾ അത് കഴിയുമ്പം ഇതെല്ലാം വീണ്ടും ഇലകൾ കിളിർത്ത് വരും.
അങ്ങനെ നമ്മൾ വീട്ടിൽ തിരിച്ചെത്തി. ഞാൻ ബാഗിൽ നിന്ന് സാധനങ്ങളെല്ലാം എടുത്തൊന്ന് പുറത്ത് വെച്ചു. ഇനിയിപ്പോൾ ഇതെല്ലാം എടുത്ത് അതാതിൻ്റെ സ്ഥാനങ്ങളിൽ വെക്കുക എന്നുള്ളതാണ് അടുത്ത ടാസ്ക്. അതിലൊത്തിരി സമയം വേണ്ട, പെട്ടെന്ന് തന്നെ തീരാവുന്നതേ ഉള്ളൂ. പഴം, മാങ്ങ, കപ്പ ഒക്കെ ഉണ്ട്. ഈ മാങ്ങ നന്നായിട്ട് പഴുത്ത മാങ്ങയാണ് കേട്ടോ. ഇത് നല്ലതാണ്, നല്ല രുചിയുണ്ട്. ഇത് ബീഫും പോർക്കുമാണ്. ഇത് നമ്മൾ വാങ്ങിക്കുമ്പോൾ കുറച്ച് ബൾക്കായിട്ട് വാങ്ങിച്ച് പിന്നെ അത് കഷ്ണങ്ങളാക്കി ഫ്രീസറിൽ വെക്കുകയാണ് ചെയ്യാറ്. എന്നെ ടാക്കു വെയിറ്റ്, ടാക്കിന് സ്നാക്ക് വേണോ? തരാട്ടോ, വെയിറ്റ്. അപ്പോൾ ഇത് സ്നക്കറിൻ്റെ പരിപാടി സ്ഥിരമാണ്. അവൻ എന്തെങ്കിലും സ്നാക്ക് നമ്മൾ പോയിട്ട് വരുമ്പോൾ വേണം. അപ്പം പിന്നെ അത് ഹാപ്പിയായി എവിടെയെങ്കിലും പോയിരുന്ന് കഴിച്ചോളും. അങ്ങനെ സാധനങ്ങളെല്ലാം എടുത്ത് അതാതിൻ്റെ സ്ഥാനത്ത് വെച്ചു. പിന്നെ ഞാൻ വാങ്ങിച്ചിട്ട് ഒന്നേക്കൂട്ടൊരു മാങ്ങ ചെത്തി. നല്ല മാങ്ങയായിരുന്നു കേട്ടോ. നമ്മുടെ നാട്ടിലെ മൂവാണ്ടൻ മാങ്ങയുടെയൊക്കെ ഒരു ടേസ്റ്റാണ്. ഇപ്പോൾ വീട്ടിലെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇന്നിപ്പോൾ വൈകുന്നേരം ഞങ്ങൾ വെറുതെ പുറത്തേക്ക് ഇറങ്ങിയതാണ്. 4:15 ആയേ ഉള്ളൂ. അപ്പോഴത്തേക്കും ഒരുവിധം ഇരുട്ടായി തുടങ്ങി. വിൻ്റർ ടൈമിൽ അങ്ങനെയാണ്, നേരത്തെ രാത്രിയാവും. ചന്ദ്രൻ ഉണ്ട്, ഒരു പൂർണ്ണ ചന്ദ്രൻ. അപ്പോൾ അത് ഈ വീഡിയോയിൽ നന്നായിട്ട് കാണാൻ പറ്റില്ല. അപ്പം അങ്ങനെ ഒക്കെ ആയിരുന്നു ഇന്നത്തെ ദിവസം. അപ്പം നിങ്ങൾക്ക് ഈ ഷോപ്പിംഗ് വ്ളോഗ് ഇഷ്ടമായി എന്ന് കരുതട്ടെ. അപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.